വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ പ്രിയച്ചിറ്റേൻ്റെയും കിട്ടപ്പൻ്റെയും വാഴത്തോട്ടത്തിലേക്കും കഴുങ്ങും തോട്ടത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു വെറുതെ സംസാരിച്ചിരിക്കല്ലേ, ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രിയച്ചിറ്റേൻ്റെ കൂടെ ഞങ്ങളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോയത് അവരുടെ കുഞ്ഞു കഴുങ്ങും തോട്ടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ കഴുങ്ങിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ പ്രിയച്ചിറ്റിക്ക് അവിടെ നിന്ന് ഒരു വാഴക്കൊലയൊക്കെ കൊത്താനുണ്ടായിരുന്നു. നല്ല പൂവമ്പഴമൊക്കെയാണ് കണ്ടിട്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ കൊലയാണ് കേട്ടോ. നല്ലോണം മൂത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. കായ്ക്കൊക്കെ എന്തൊക്കെയോ കേടും പൊട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് ഒരു കഴുങ്ങും തോട്ടമൊക്കെയാണ് ഇപ്പുറമൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ അധികം കഴുങ്ങിൻ്റെ തോട്ടങ്ങളായിരിക്കും. തെങ്ങൊക്കെ വളരെ ചുരുക്കമാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ അടുത്ത് കൂടെ വേണം അവരുടെ വാഴത്തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇത് ആ വീട്ടിൽ ഞാൻ കണ്ടൊരു മുല്ലപ്പൂ ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ പൂവ്. അതിൻ്റെ മൊട്ടും പൂവും ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞങ്ങളിതാ പ്രിയച്ചിറ്റേൻ്റെ സ്വന്തം വാഴത്തോട്ടത്തെത്തിയിട്ടുണ്ട്. പ്രിയച്ചിട്ട് എന്തൊക്കെയോ സ്ഥലമിട്ടൊക്കെ അടിച്ച് നമ്മളെ വിൽക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു തോടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ബാക്കി മൊത്തം ഇതാ ഇതുപോലെ കുറേ ഒഴിഞ്ഞ പറമ്പുകളാണ്. അപ്പോൾ ഇതാ പ്രിയച്ചിറ്റേൻ്റെ സ്വന്തം വാഴത്തോട്ടാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ കഴുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇതെന്താണ് ഈ കഴുങ്ങിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു അത് ചൂടേൽക്കാണ്ടിരിക്കാൻ അടിക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ആ വാഴത്തോട്ടത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് മൊത്തം കാലി പറമ്പാണ്. അപ്പോൾ അവരുടെ ഒരു ടാങ്കൊക്കെ ഉണ്ട്. പ്രിയച്ചിട്ട് നല്ല സാഹസികമായിട്ട് കയറുന്നുണ്ട്. എന്നെ കുറേ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ പകുതി എത്തുമ്പോഴത്തേക്ക് എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴോട്ട് തന്നെ കേട്ടോ. അങ്ങനെ പ്രിയച്ചിട്ട് അതാ ഒറ്റയ്ക്ക് കയറുന്നുണ്ട്. മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ കാണുന്നുണ്ടെന്നേ. അപ്പോൾ ഇതാ പ്രിയച്ചിട്ട പിന്നെ ഞാൻ കയറുന്നില്ലെന്ന് കണ്ടതോടുകൂടി വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴോട്ട് തന്നെ. അങ്ങനെ അസ്തമയ സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ല സുഖമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും നല്ല വൈകുന്നേരമാണല്ലോ, അധികം ചൂടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ പ്രസിഡൻറ്റിൻ്റെ പറമ്പിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് നേരെ എത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം അംബികാമ്മയുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതും കൂടി ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. കുറച്ച് തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും പയറും ഇതൊക്കെയാണ് പറിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.